പ്രിയമുള്ളവരെ, നമ്മളും മരിക്കേണ്ടവരല്ലേ? നമ്മുടെ മുന്നിലും വരുമല്ലോ, അസ്റായിൽ വരുമല്ലോ. വരുന്ന സമയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് നോക്കിയാ മതി. രാവിലെ ഉറക്കപ്പായിൽ നിന്നെഴുന്നേറ്റ് ഈ സമയം വരെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ചൊരു കണക്കുണ്ടോ? കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ? ചെവികൊണ്ട് കേട്ടത് പാപമല്ലേ? നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ? കൈകൊണ്ട് പിടിച്ചത് പാപമല്ലേ? കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ? ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമല്ലേ? ഒരു ദിവസം കോടാനുകോടി അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇന്ന് രാത്രിയെങ്ങാണം അങ്ങ് മരിച്ചാ പടച്ചവരെ, എങ്ങനെയാ അസ്റായിൽ വരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, പലരും മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നന്നാവ് പൊന്നുപോലെ. എപ്പോഴാണെന്നറിയില്ലല്ലോ, എപ്പോഴാണെന്നറിയില്ലല്ലോ. ഇന്നലെ വൈകുന്നേരം വയൽ കഴിഞ്ഞിട്ട്, ഇന്നലെ രാത്രിയും വേദ കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ, 21 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ ഗൾഫിലാണ്. വാപ്പ മരിച്ചിട്ട് മാസങ്ങളെ ആയുള്ളൂ. അവന്റെ വാപ്പ മരിച്ചിട്ട് 6 മാസങ്ങളെ ആയുള്ളൂ. പടച്ചവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയുണ്ടല്ലോ ഗൾഫിൽ വെച്ച് തന്റെ ബൈക്കിലേക്ക് ബസ് വന്നിടിച്ചിട്ട് അല്ലാഹുവേ ആ പൊന്നുമോന്റെ ജനാസ കൊണ്ടുവരികയോ. ഇന്നലെ രാത്രി വേദ കഴിഞ്ഞ് 12 മണിക്ക് ആ പൊന്നുമോന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്തൊരു കരച്ചലെന്നറിയുമോ? 21 വയസ്സല്ലേ ഉള്ളൂ. ഇന്ന് രാവിലെ 5 മണിക്ക് മയ്യത്ത് കൊണ്ടുവന്നിട്ട് 8 മണിയായപ്പോ ബേക്കൽ പള്ളിയുടെ കബർസാരിൽ ആ പൊന്നുമോന്റെ മയ്യത്ത് കബറടക്കിയെങ്കിലോ 21 വയസ്സുള്ള ഒരു തലവേദന പോലുമില്ലാത്ത പൊന്നുമോ എത്ര പെട്ടെന്നാ ചെറുപ്പക്കാരാ പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. എവിടെ വെച്ച് മരണം വന്നാൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ സ്വർഗം കണ്ടിട്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, മരണവേദന കുറച്ചു തരാ റബ്ബിനോട് ദുആ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കടേ അല്ലാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകടേ അല്ലാ.